ഹായ്, വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇന്ന് ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമുക്ക് പരിചയപ്പെടാം എങ്ങനെയാണ് ഒരു ബെസ്റ്റ് കണ്ടൻറ്റ് നമ്മുടെ ബ്ലോഗിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ലെസണിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് ഫോർ യുവർ ബ്ലോഗ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്വന്തമായിട്ടൊരു ബ്ലോഗ് തുടങ്ങുമ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിലെ കണ്ടൻ്റ് ആണോ. നമ്മൾ ഏത് കാറ്റഗറിയാണോ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലോഗിന് വേണ്ടിയിട്ട്, ഇപ്പോൾ സ്പോർട്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനെ ഏത് ടോപ്പിക്കാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്കിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങളുടെ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള കണ്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും കണ്ടൻറ്റ് കൂടുതലായിട്ട് നിങ്ങൾ റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ബ്ലോഗ് എഴുതുമ്പോൾ നല്ല കണ്ടൻറ്റ് യൂസ് ചെയ്യുക. കൂടുതൽ കണ്ടൻറ്റ് ഒരു 1000 എബോവ് കണ്ടൻറ്റൊക്കെ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലോഗ് കാറ്റഗറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബ്ലോഗ് തയ്യാറാക്കുക, ബ്ലോഗ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ പോയിൻ്റായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കീവേഡ് റിസർച്ചാണ്. നിങ്ങൾക്കൊരു ടോപ്പിക്ക് ആദ്യം വേണം. ആ ടോപ്പിക്കിന് നല്ലൊരു ഹെഡിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഹെഡിങ്ങിന് കറക്റ്റായിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് കീവേഡ് ഫൈൻഡ് ചെയ്യുന്നത്, എന്തിനാണ് കീവേഡ് ഫൈൻഡ് ചെയ്യുന്നത്? ഓക്കെ, കീവേഡ് നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത് ഒരിക്കലും ആരാണോ എഴുതുന്നത് ആ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളായിരിക്കരുത് ആ കീവേഡ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ്. നിങ്ങളുടെ ഓഡിയൻസിൻ്റെ മനസ്സിൽ അവർക്ക് എന്ത് ഡൗട്ടാണോ, അവർക്ക് എന്താണോ അറിയേണ്ടത് ആ കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ ബ്ലോഗിലൂടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബ്ലോഗിന് കൂടുതൽ ലൈഫ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്ന ഇതായിരിക്കും, എങ്ങനെയാണ് ഇപ്പം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കും, അവരെന്താണ് സെർച്ച് ചെയ്യുന്നത്, അവർക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്കൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കീവേഡ്സ് റിസർച്ച് എന്നാണ്. ഓക്കെ, നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഓഡിയൻസസ് ഉണ്ട് നമ്മുടെ. അപ്പോൾ അവരുടെയൊക്കെ ഡൗട്ട്സ് എന്താണെന്ന് നമുക്ക് അറിയണം. അല്ലെങ്കിൽ അവരെന്താണ് ഗൂഗിളിനോട് ചോദിക്കുന്നത്, ഏത് കീവേഡ് വെച്ചാണ് അവർ ഗൂഗിളിൽ എൻ്റർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലോഗ് എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് നിങ്ങൾ ബ്ലോഗ് എഴുതുന്നത്? നിങ്ങളുടെ ഓഡിയൻസിന് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? ഓക്കെ, നമ്മളെല്ലാവരും ബ്ലോഗ് വായിക്കാറുണ്ട്. അപ്പോൾ വായിച്ചു കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നോളജ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കീവേഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ കീവേഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കീവേഡ് ഫോർമുല ആൻഡ് സെർച്ച് കോമ്പറ്റീഷൻ. നിങ്ങൾ കീവേഡ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് എത്രത്തോളം സെർച്ച് വോളിയം ഗൂഗിളിലുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും ആ ഒരു കീവേഡിൻ്റെ റാങ്കിങ് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരം റാങ്കിങ്ങുള്ള കീവേഡുകൾ നമുക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരുപാട് വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ആ ഒരു കീവേഡ് എൻ്റർ ചെയ്തിട്ട് ഗൂഗിളിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അത്രയും ട്രാഫിക് നമ്മളുടെ ബ്ലോഗിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർസെൻറ്റേജ് ട്രാഫിക് നമ്മുടെ ബ്ലോഗിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്: ലോങ് ടെയിൽ കീവേഡ്, മീഡിയം ടെയിൽ കീവേഡ്, ലോ ടെയിൽ കീവേഡ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ലോങ് ടെയിൽ കീവേഡ് ഹൈ സെർച്ച് കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, ലോങ് ടെയിൽ കീവേഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഏതൊരു വ്യക്തിയും ഉപയോഗിക്കുന്ന ചില വേർഡുകളായിരിക്കും. ആ വേർഡുകൾ എന്നും എവർ ഗ്രീൻ ആയിരിക്കും. ഏത് സമയത്തും ആ കീവേഡിന് കൂടുതൽ റാങ്കിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് കൂടുതൽ സെർച്ച് വോളിയവും കൂടുതലായിരിക്കും, ഗൂഗിളിൽ സെർച്ച് കോമ്പറ്റീഷനും കൂടുതലായിരിക്കും. ഹൈ സെർച്ച് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബെസ്റ്റ് ആപ്പിൾ ഫോൺ എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ആ ഒരു കീവേഡ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. ഓക്കെ, അത്തരം കീവേഡുകൾക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, സെർച്ച് വോളിയവും കൂടുതലായിരിക്കും. ഹ്യൂജ് എമൗണ്ട് ആളുകളായിരിക്കും ആ ഒരു കീവേഡ് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 1 മില്യൺ ആളുകൾ സെയിം ടൈം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. സെക്കൻഡ് ഓപ്ഷൻ മീഡിയം ടെയിൽ കീവേഡ് എന്നുള്ളതാണ്. മീഡിയം ടെയിൽ കീവേഡിൽ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കീവേഡിന് എക്സാക്റ്റ് കീവേഡിൻ്റെ അത്ര തന്നെ റാങ്കിങ്ങോ അല്ലെങ്കിൽ സെർച്ച് കോമ്പറ്റീഷനോ ഉണ്ടാകില്ല, കുറച്ച് കുറവായിരിക്കും. ഓക്കെ, മീഡിയം ടെയിൽ ഒരു ആവറേജ് ആയിരിക്കും. ഓക്കെ, മീഡിയം സെർച്ച് കോമ്പറ്റീഷൻ മാത്രമേ അതിനുണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ലോങ് ടെയിൽ
ആയിട്ടുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുമ്പോൾ ഹൈ സെർച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവാം. അത്തരം ഹൈ സെർച്ച് കോമ്പറ്റീഷൻ ഈ മീഡിയം ടൈലിൽ നമുക്ക് കിട്ടത്തില്ല. ഒരു പരിധി വരെയുള്ള ആളുകൾ കൂടുതലും ഡിഫറെൻറ്റ് കീവേഡുകളാവും ചൂസ് ചെയ്യുക. കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും മീഡിയം ടൈൽ യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് സെർച്ച് വോളിയവും കുറവായിരിക്കും. തേർഡ് ഓപ്ഷനാണ് ലോ ടെയിൽ കീവേഡ്. ലോ ടെയിൽ കീവേഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സെർച്ച് കോമ്പറ്റീഷനുള്ള കീവേഡ് ആയിരിക്കും ഇത്. ഓക്കെ, ലോ ടെയിൽ കീവേഡ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ആപ്പിൾ ഫോൺ സ്പെസിഫിക്കേഷൻ ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ വളരെ ലോങ് ടെയിലാണ്. കൂടുതൽ ആളുകൾ ഉപയോഗിക്കാനും ഈ ഒരു കീവേഡ് ഉപയോഗിക്കാനും ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അതിനനുസരിച്ച് ലോ സെർച്ച് കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു കാറ്റഗറി ഓഫ് കീവേഡ്സിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രം ക്രിയേറ്റ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ ബ്ലോഗിലേക്ക് കൂടുതൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. SEOയിൽ നിങ്ങൾക്ക് കൂടുതൽ റാങ്കിങ് കൂടുതൽ ലഭിക്കുന്നതിനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കീവേഡുകൾ ചൂസ് ചെയ്യുക. കോമ്പറ്റീഷൻ കൂടുതലുള്ള ലോങ് ടൈമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കീവേഡുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അതിൽ തന്നെ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം റൈറ്റ് കീവേഡ് റിസർച്ച് അപ്രോച്ച്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പോയിന്റ് iPhone 6 ബൈ ഓൺലൈൻ, iPhone 6 ഡിസ്കൗണ്ട്സ് ഇൻ ഇന്ത്യ, iPhone 6 ഫീച്ചേഴ്സ് ഓർ സ്പെസിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾ തന്നെ നോക്കൂ, ഇതിൽ ഏത് കീവേഡാണ് നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഒരു ഐഫോണിനെ കുറിച്ച് നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ നോക്കുന്നത്, iPhone 6 ബൈ ഓൺലൈൻ. നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുന്നത് iPhone 6 ബൈ ഓൺലൈൻ എന്നുള്ളതായിരിക്കും. സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നത് iPhone 6 ഡിസ്കൗണ്ട് ഇൻ ഇന്ത്യ. അത് ആ ഒരു കീവേഡ് ഇന്ത്യ എന്നുള്ളൊരു ഡെമോഗ്രാഫിക്സ് ഏരിയയിൽ മാത്രമായിട്ട് ചുരുങ്ങും. അതുപോലെ തന്നെ iPhone 6 ഫീച്ചേഴ്സ് ഓർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. കാരണം ഐഫോൺ എന്ന് പറയുന്നൊരു ഫോൺ അതിന് സ്പെസിഫിക്കേഷനോ ഫീച്ചേഴ്സോ നോക്കിയിട്ടല്ല കൂടുതൽ ആളുകളും മേടിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ iPhone 6 ബൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു കീവേഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീവേഡ്. പെട്ടെന്ന് ആളുകൾ യൂസ് ചെയ്യുന്ന കീവേഡും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റാങ്കിങ്ങും സെർച്ച് കോമ്പറ്റീഷനും എന്നും കൂടുതലുള്ള ഒരു കീവേഡായിരിക്കും. അതിനേക്കാൾ കുറവാണ് ഓട്ടോമാറ്റിക്കായിട്ട് iPhone 6 ഡിസ്കൗണ്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കീവേഡിന്. അതിനേക്കാൾ കുറവായിരിക്കും iPhone 6 ഫീച്ചേഴ്സ് ഓർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലോ ടെയിൽ സെർച്ച് വോളിയം ആയിരിക്കും ഈ ഒരു ലാസ്റ്റ് തേർഡ് കീവേഡിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു കീവേഡിൻ്റെ ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, എപ്പോഴും നിങ്ങൾ എടുക്കുന്നത് സിമ്പിളായിട്ട് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന കീവേഡുകൾ മാത്രം യൂസ് ചെയ്യാൻ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, എപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള കീവേഡ് ചൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് പോയിന്റ് കീവേഡ് സ്റ്റഫിങ്. കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത് നമുക്ക് SEOയിൽ കൂടുതൽ റാങ്കിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില കീവേഡ്സ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റഫിങ് ചെയ്യാം. നമ്മളിപ്പോൾ ബ്ലോഗോ അല്ലെങ്കിൽ പേജോ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ മാക്സിമം ഏറ്റവും വിസിബിലിറ്റി കൂടുന്നതിന് ആവശ്യമായിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കീവേഡ്സ് കറക്റ്റായിട്ട് സ്റ്റഫ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് എവിടെയാണോ വ്യൂ ചെയ്യാൻ ചാൻസ് ഉള്ളത് ആളുകൾ, അതിനനുസരിച്ച് നിങ്ങൾക്ക് കീവേഡ് കറക്റ്റായിട്ട് സ്റ്റഫ് ചെയ്യാം. എക്സാക്ട് കീവേഡുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് LSI കീവേഡ്സ്, അതായത് ലാറ്റൻറ്റ് സെമാൻറ്റിക് ഇൻഡെക്സിങ്. LSI കീവേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബെസ്റ്റ് ഐഫോൺ എന്ന് പറയുന്ന ഒരു കീവേഡ് എടുത്തു, അതിന് നമുക്ക് എക്സാക്ട് കീവേഡ് എന്ന് പറയാം. ഓക്കെ, റിലേറ്റഡ് കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ iPhone 6 റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കീവേഡുകൾ, അതായത് ബെസ്റ്റ് ഐഫോൺ ഇൻ ഇന്ത്യ, ബെസ്റ്റ് ഐഫോൺ പ്രൈസ്, ഐഫോൺ ഡിസ്കൗണ്ട്സ്, ഇങ്ങനെയുള്ള പല കീവേഡുകളും ഇതിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഐഫോണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കീവേഡുകളാണ്. അത്തരം കീവേഡുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ LSI കീവേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ LSI കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് ഗൂഗിളിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ LSI കീവേഡ് ഫൈൻഡർ എന്ന് പറയുന്ന ടൂൾസൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ എക്സാക്ട് കീവേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതർ കീവേഡ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ റിലേറ്റഡ് കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. റിലേറ്റഡ് കീവേഡ്സ് നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നിങ്ങളൊരു ഫസ്റ്റ് ഹെഡിങ് കൊടുത്തു, ആ ഹെഡിങ് എക്സ്പ്ലെയിൻ ചെയ്യുക, സെക്കൻഡ് ഹെഡിങ് കൊടുക്കാം, അതുപോലെ അതിന് ഓരോ ഹെഡിങ്ങിനും താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കറക്റ്റായിട്ട് റൈറ്റ് അപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഓവർ ഒപ്റ്റിമൈസേഷൻ പെനാൽറ്റി, OOP.
ഓക്കെ, ഇപ്പം നിങ്ങളൊരു ബ്ലോഗിന് SEO ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഗൂഗിളിൻ്റെ അൽഗോരിതം ഇടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 3 മന്തോ 6 മന്തിനുള്ള ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഗൂഗിൾ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അത്തരം ചേഞ്ചസ് വരുമ്പോൾ മേ ബി നമ്മളുടെ ഗൂഗിളിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റ് പെട്ടെന്ന് താഴേക്ക് പോകുന്നു അല്ലെങ്കിൽ ഡൗൺ ആവുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി ഒരു ടാസ്ക്കായിട്ട് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അൽഗോരിതം മാറുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ഓരോ ഇഷ്യൂസ് വരാറുണ്ട്. നമുക്ക് ബ്ലോഗിന് ചിലപ്പോൾ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ലിസ്റ്റിങ്ങിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഓവറായിട്ടുള്ള പെനാൽറ്റി ലഭിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികൾ എപ്പോഴും കുറച്ച് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൗ ടു ചൂസ് ദ കീവേഡ്സ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഓഡിയൻസൊക്കെ അവർക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യമാണ് നമുക്ക് നമ്മുടെ ബ്ലോഗിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതിനുള്ള സൊല്യൂഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓഡിയൻസിന് നൽകേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ടുള്ള കീവേഡ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അതിനാദ്യം വേണ്ടത് നിങ്ങൾ ബ്ലോഗ് എഴുതുമ്പോൾ കീവേഡ് പ്ലാനർ. ഓക്കെ, കീവേഡ് പ്ലാനർ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയുള്ള ബ്ലോഗ് എഴുതാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. കറക്റ്റായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുന്ന ബ്ലോഗ് ടോപ്പിക് എന്താണോ അതിനനുസരിച്ച് കറക്റ്റ് കീവേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കീവേഡ്സൊക്കെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ കോറ, ഫോറം ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവിടെ ഒരുപാട് ആളുകൾ പല ഡൗട്ട്സും ചോദിക്കുന്നുണ്ട്. അത്തരം ഡൗട്ട്സിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റൈറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ടോപ്പിക്കോ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നിങ്ങളുടെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ LSI ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യാം, LSI ഗ്രാഫ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന കീവേഡ്സ് എല്ലാം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ LSI ഗ്രാഫ് പോലുള്ള പ്ലാറ്റ്ഫോംസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് കീവേഡ് ഫൈൻഡർ ടൂൾസ് ആണ്. നമുക്ക് ഓൺലൈനിൽ ഒരുപാട് കീവേഡ് ഫൈൻഡിങ് ടൂൾസ് അവൈലബിൾ ആണ്. ഓക്കെ, കീവേഡ് എവ്രിവെയർ, വേർഡ് ട്രാക്കർ, സ്കോട്ട് ആൻഡ് ഗൂഗിൾ സെർച്ച് കൺസോൾ, സജഷൻ കീവേഡ് ഫൈൻഡർ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ ട്രെൻഡ്സ്, കീവേഡ് ഷിറ്റർ, AdWords ആൻഡ് SEO കീവേഡ് പെർമുട്ടേഷൻ, ആൻസർ ദ പബ്ലിക്, ഗൂഗിൾ കോറിലേറ്റ്, ഇങ്ങനെ ഒരുപാട് കീവേഡ് ഫൈൻഡിങ് ടൂളുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൽ കൂടുതലും നമുക്ക് എന്താണ് ഫ്രീ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ടൂൾസാണുള്ളത്. ഓക്കെ, ഇപ്പോൾ കീവേഡ് എവ്രിവെയർ പോലുള്ള ടൂൾസൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ 2 കീവേഡുകൾ നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ബെസ്റ്റ് ഐഫോൺ അല്ലെങ്കിൽ ബെസ്റ്റ് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന 2 കാറ്റഗറി കിട്ടി. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ഡിഫറെൻറ്റ് കമ്പാരിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രെൻഡ്സ് പോലുള്ള ടൂളുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഏതിനാണ് കൂടുതൽ വോളിയം കൂടുതൽ, ഏതാണ് കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ലേൺ ചെയ്തു. കീവേഡ്സ് ഫൈൻഡ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ അറിയും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടാണ് നിങ്ങളുടെ ബ്ലോഗ് നിങ്ങൾ റൈറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യാം. മോണിറ്ററിങ് SEO പ്രോസസ്സ് അതൊരു സൈറ്റ് ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ സൈറ്റ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്ലോഗൊക്കെ എഴുതി ആ ബ്ലോഗ് പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് സൈറ്റ് ഓഡിറ്റ് എന്ന് നമുക്ക് പറയാം. പെർഫെക്റ്റ് ആയിട്ടാണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ബ്രോക്കൺ ലിങ്ക്സ് ഉണ്ടോ, സൈറ്റ് സ്പീഡ് കുറവാണോ, അല്ലെങ്കിൽ കണ്ടൻറ്റ് സ്ട്രക്ചർ കറക്റ്റ് ആണോ, റീഡബിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരു കീവേഡ് ഉണ്ടായിരിക്കും, എക്സാക്റ്റ് കീവേഡ് നിങ്ങൾ ടൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടോ, ഫസ്റ്റ് ടൈറ്റിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എക്സാക്റ്റ് കീവേഡ്സ് ഇൻ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കാണാറുണ്ട്. നീല എന്ന് പറയുന്നത് മെറ്റാ ടൈറ്റിലാണ്, അതിന് താഴെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ, സ്ലഗ് ഇങ്ങനെ കാണാറുണ്ട്. ഗൂഗിളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ട്. അത്തരം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എക്സാക്റ്റ് കീവേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെർമാലിങ്ക്, നാവിഗേഷൻ പെർമാലിങ്ക് URL ഏറ്റവും പെർഫെക്റ്റ് ആണോ, ഷോർട്ടാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ടോട്ടൽ ബാക്ക് ലിങ്ക്സ്. ഓക്കെ,
നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ബാക്ക് ലിങ്കിങ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇൻറ്റേർണൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡൊമൈൻ ആൻഡ് പേജ് അതോറിറ്റി. ഓക്കെ, നിങ്ങളെപ്പോഴും നിങ്ങൾ ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഡൊമൈൻ അതോറിറ്റിയും പേജ് അതോറിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രയും ഇൻക്രീസ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ബ്ലോഗ് കറക്റ്റായിട്ട് റൈറ്റപ്പ് ചെയ്യുക. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. കറക്റ്റായിട്ട് ഇമേജസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കറക്റ്റായിട്ട് ഇമേജിൻ്റെ കൂടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, സ്ട്രക്ചർ ചെയ്യാം, റൈറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ബ്ലോഗ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ അതോറിറ്റി അല്ലെങ്കിൽ പേജ് അതോറിറ്റി നിങ്ങൾക്ക് ലഭ്യമാകണം എങ്കിൽ നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൗസ് റാങ്ക് ആൻഡ് സൈറ്റ് ഏജ്. ഇപ്പം മൗസ് റാങ്ക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മൗസ് റാങ്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ റാങ്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാനും ഫൈൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ടൂളാണ് മൗസ് റാങ്ക് എന്ന് പറയുന്നത്, മൗസ് ബാർ എന്ന് പറയുന്ന ടൂള്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റ് ഓഡിറ്റ് ചെയ്യാനും സൈറ്റ് ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബ്ലോഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളെപ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെയിൽസുമായി റിലേറ്റ് ചെയ്യുന്ന ബ്ലോഗോ അല്ലെങ്കിൽ കീവേഡ്സോ ആണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന കീവേഡ്സാണ് ഡിസ്കൗണ്ട്, ചീപ്പ്, ബൈ, ബെസ്റ്റ്, ഓഫർ, കമ്പയർ, റിവ്യൂ. ബെസ്റ്റ് ഡിസ്കൗണ്ട് ഓഫ് ദിസ് മന്ത്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. ബെസ്റ്റ് ഡിസ്കൗണ്ട് ഫോർ ആപ്പിൾ ഐഫോൺ ഡിസ്കൗണ്ട്സ് ഇൻ ഇന്ത്യ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ചീപ്പ് മൊബൈൽ ഫോൺസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ചീപ്പ് മൊബൈൽ ഫോൺ അണ്ടർ 10,000 rupees, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബൈ 2 ആൻഡ് ഗെറ്റ് 1 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ബെസ്റ്റ് ഓഫർ ഓഫ് ദിസ് മന്ത്, അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ ദിസ് ഫെസ്റ്റിവൽ സീസൺ, അല്ലെങ്കിൽ ഓഫർ ഓഫ് ദിസ് മന്ത്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് വേർഡ്സ് ആയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്തുകൊണ്ട് എഴുതാം. റിവ്യൂ ആയിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺ ബെസ്റ്റ് റിവ്യൂ 2020 എന്നുള്ള രീതി. അപ്പോൾ ഇത്തരം കീവേഡുകൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ പലർക്കും സ്ട്രൈക്ക് ചെയ്യും കൂടുതലായിട്ട്. അതുവഴി നമുക്ക് കൂടുതൽ ക്ലിക്സ് ലഭ്യമാകുന്നതിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇത്തരം കീവേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇതൊക്കെ ഒരു ബയസ് കീവേഡ്സ് കാറ്റഗറിയിൽ പെടുന്ന കീവേഡുകളാണ് ഡിസ്കൗണ്ട്, ചീപ്പ്, ബൈ, ബെസ്റ്റ്, ഓഫർ, കമ്പയർ, റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബെസ്റ്റ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കീവേഡ് യൂസ് ചെയ്ത് ഗൂഗിളിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള എന്ത് റിസൾട്ടാണ്, ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ആ ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ റിസൾട്ടിൻ്റെ ഒരു ഹോം പേജ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ബ്ലോഗുകളും അതിന് മെയിൻ ഫോക്കസ് കീവേഡ്സും യൂസ് ചെയ്യുക. ഇമേജസ് യൂസ് ചെയ്യാം, ജിഫ് അല്ലെങ്കിൽ വീഡിയോസ് യൂസ് ചെയ്യാം. എബോവ് 1000 എബോവ് അല്ലെങ്കിൽ 2000 എബോവ് കണ്ടൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. അതിന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എക്സ്റ്റേണൽ ലിങ്ക്, ഇൻറ്റേർണൽ ലിങ്ക്, ഇമേജസ് ഒക്കെ യൂസ് ചെയ്യുക. കറക്റ്റ് സ്ട്രക്ചർ ചെയ്യുക. സിംപ്ലി ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലോഗ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, റൈറ്റിംഗ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്